إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ഏറെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഓരോ ചുറ്റുപാടിലും സന്ദർഭങ്ങളിലുമൊക്കെ സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിച്ചു മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്നേഹമെന്ന വികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിജാലങ്ങൾക്കിടയിൽ നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്. നമ്മുടെയൊക്കെ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ചും മനുഷ്യരോടും ജീവജാലങ്ങളോടും ചില വസ്തുക്കളോടുമൊക്കെ ഉണ്ടാകുന്ന സ്നേഹവികാരങ്ങളും അലിവും ആദരവും ആർദ്രതയുമൊക്കെ ഉള്ളതുകൊണ്ടാണ് എന്ന് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചിലതിനോടൊക്കെ നിങ്ങൾക്ക് വലിയ അലങ്കാരവും ആദരവും ആകർഷണീയതയുമൊക്കെ തോന്നിപ്പിക്കുന്നുണ്ട് എന്ന് പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ടൊക്കെയാണ് ദുനിയാവിലെ പലതും നമുക്കിഷ്ടമാവുന്നതും സ്നേഹിക്കാൻ കഴിയുന്നതും ഈ ദുനിയാവൊക്കെ നമുക്കൊരു ആസ്വാദനമായി തോന്നുന്നതുമൊക്കെ. ഖുർആൻ ചില വസ്തുക്കളെ, ചില കാര്യങ്ങളെ എണ്ണിപ്പറഞ്ഞു. അതിനോടൊക്കെ നമുക്ക് ഷഹവാത്ത് ഉണ്ടാവും, ഒരുതരം ഇഷ്ടം, ആനന്ദം അല്ലെങ്കിൽ അലങ്കാരമായൊക്കെ നമുക്ക് തോന്നുമെന്നാണ്. സുയ്യിന ലിന്നാസി ഹുബ്ബു ഷഹവാത്ത് എന്ന് പറഞ്ഞ് ഖുർആൻ പറയുന്നത് മിനൻ നിസാഇ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരോട്, ഇണകളോട്, വൽ ബനീന നിങ്ങളുടെ മക്കളോട്, വൽ ഖനാതീരിൽ മുഖന്തറ മിനൽ ദഹബി വൽ ഫില്ല
സ്വർണം, വെള്ളി പോലെയൊക്കെയുള്ള സമ്പത്തുമായി ബന്ധപ്പെട്ട അതിന്റെ കൂമ്പാരങ്ങളോട്, വൽ ഖൈലിൽ മുസവ്വമ, മേത്തരം കുതിരകളോട്, സഞ്ചാരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന മേത്തരം വാഹനങ്ങളോട്, വൽ അൻആമി, ചിലർക്കൊക്കെ കാലികളോട്, ചില മൃഗങ്ങളോട്, വൽ ഹർസ്, കൃഷിഭൂമിയോട്, അല്ലെങ്കിൽ പ്രത്യേകതരം ഭൂമികളോടൊക്കെ മനുഷ്യർക്ക് ഇഷ്ടം തോന്നുന്നതായി അല്ലാഹു തആല തന്നെ അങ്ങനെ ഭൂമിയിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ്. നമ്മുടെ മനസ്സിനൊക്കെ അത്തരത്തിലുള്ള ഒരു വികാരം സ്വാഭാവികമായി ഉണ്ടാകും. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, ദാലിക മതാഉൽ ഹയാത്തി ദുനിയ. എന്നാൽ ഈ മുകളിൽ സൂചിപ്പിച്ചതൊക്കെ അതൊക്കെ ദുനിയാവിന്റെ ചില വിഭവങ്ങളാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. നിങ്ങൾക്ക് ഏറ്റവും നല്ല വിഭവങ്ങളായിട്ട് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എവിടെയാണ്? അള്ളാഹുവിന്റെ പക്കലാണ് എന്ന് പറഞ്ഞ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ വചനങ്ങൾ. ഇതൊക്കെ ദുനിയാവിലെ ചില സ്നേഹ നിമിത്തങ്ങളാണ്, സ്നേഹിക്കാൻ പറ്റുന്ന ചില വിഭവങ്ങളും ചില ഭാഗങ്ങളും ഒക്കെയാണ്. ഖുർആൻ ഇവിടെ മുഅ്മിനീങ്ങളോട് ഓർമ്മിപ്പിക്കുന്നത്, ചില മനുഷ്യരുണ്ട് ഇത് തന്നെയാണ് എല്ലാം എന്ന് കരുതി അങ്ങനെ ദുനിയാവിലെ ഈ വിഭവങ്ങളോട് മാത്രം ഇഷ്ടവും സ്നേഹവും ഒക്കെ കാണിച്ച് ജീവിക്കുന്നവരുണ്ട്. ഈ സ്നേഹം ഇതിനോട് മാത്രമായി പോകുന്നവരുണ്ട്. എന്നാൽ യഥാർത്ഥ സ്നേഹം ആരോടാണ്, എന്തിനോടൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്ന് മുഅ്മിനീങ്ങളോട് പരിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുന്നു. ഖുർആൻ ഒരു വിഭാഗം ആളുകളെ പറ്റി പറഞ്ഞിട്ട് സൂചിപ്പിക്കുന്നുണ്ട്, വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ. ചില ആളുകൾ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കി. അല്ലാഹനെ പോലെയാണ് ചില ആളുകളെ പറ്റി അവർ കരുതുന്നത്. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ അവരെയൊക്കെ സ്നേഹിക്കുന്നു എന്നാണ്. അപ്പൊ അള്ളാഹുവിനോട് സ്നേഹം കാണിക്കുന്നത് പോലെ അല്ലാഹുവല്ലാത്ത പലതിനെയും സ്നേഹം കാണിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹ് കൊടുക്കുന്ന സ്നേഹം, ആ വിനയം, അതിന്റെ ആദരവും ബഹുമാനവും ഒക്കെ വേറെ എവിടെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന ചില മനുഷ്യരുണ്ട് എന്ന് ഖുർആൻ ഓർമ്മിപ്പിച്ചു. എന്നിട്ട് മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞത് എന്താണ്? വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. എന്നാൽ മുഅ്മിനീങ്ങളുടെ കാര്യം തികച്ചും വ്യത്യസ്തമാണ്. അവർക്ക് അള്ളാഹുവിനോടാണ് ഏറ്റവും കഠിനമായ ഇഷ്ടമുള്ളത്, ഹുബ്ബുള്ളത്, അതിശക്തമായ സ്നേഹമുള്ളത് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആ സ്നേഹത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുക? എങ്ങനെയാണ് നമ്മൾ ആ സ്നേഹം കാണിക്കുക? അതിനെന്താണ് വഴി? അതും ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, അല്ലാഹുവിനോട് നിങ്ങൾക്ക് വലിയ സ്നേഹമുണ്ടെങ്കിൽ, ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്, നിങ്ങൾ എന്നെ പിൻപറ്റുക, എന്നെ മത്ബൂആയി സ്വീകരിക്കുക എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നിങ്ങൾ ഇത്തിബാ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആര് സ്നേഹിക്കും, ആരിഷ്ടപ്പെടും? അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, സ്നേഹിക്കുമെന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങൾക്ക് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെ അള്ളാഹു തആല ഇസ്തിഗ്ഫാർ ചെയ്തു തരും. അല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു റഹീമാണ്, ഗഫൂറാണ് എന്ന് ഖുർആനിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ എത്രമാത്രമാണ് സ്നേഹിച്ചത് എന്ന് നമ്മൾ നോക്കുക. അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ ഇത്തിബാ ചെയ്യണമെന്ന് കരുതുമ്പോ എന്തിനാണ് നമ്മൾ ഇത്തിബാ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ റസൂല് നമുക്ക് മെഹബൂബായി മാറണം, ഏറെ പ്രിയപ്പെട്ടവരായി മാറണം, നമുക്ക് അങ്ങേയറ്റം സ്നേഹമുള്ളവരായി മാറണം. അതിലൂടെ നമുക്ക് ഈ പ്രപഞ്ച സൃഷ്ടാവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണം. അതിലേക്ക് നമുക്ക് എത്തണമെന്നുള്ള, ആ ഹുബ്ബിലേക്ക് എത്താൻ കഴിയുക എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ അങ്ങനെ റസൂലിനെ സ്നേഹിക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആ സ്നേഹം എന്തിനാണ് എന്ന് മനസ്സിലായാലാണ് പ്രിയ റസൂലിനെ നമുക്ക് മെഹബൂബായി, മത്ബൂആയി ഒക്കെ സ്വീകരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇത്തിബാ ചെയ്യാൻ പറ്റുന്നതും ഹുബ്ബോടുകൂടിയുമൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുക എന്നതാണ്. ദുനിയാവിലെ പല വിഭവങ്ങളോടൊക്കെയുള്ള സ്നേഹം താൽക്കാലികമാണ്. പക്ഷെ റസൂലിനെ ശരിക്കും മനസ്സിലാക്കുമ്പോഴാണ് ആ റസൂലിനെ നമുക്ക് മനസ്സ് തൊട്ടിങ്ങനെ അനുഭവിക്കാൻ കഴിയുക. അതൊരു ഫീലിംഗ് ആണ്, ആ ഇഷ്ടമാണത്. അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നിടത്തേക്ക് നമ്മുടെ ഈമാനിനെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ ചര്യകളെയും കൊണ്ടെത്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ച് നോക്കുക. സ്നേഹം കൊടുത്താലേ സ്നേഹം തിരിച്ചു കിട്ടുകയുള്ളൂ എന്നത് ഒരു പൊതു തത്വമായി നമ്മളൊക്കെ അംഗീകരിച്ച കാര്യമാണ്. സ്നേഹം കൊടുക്കുമ്പോഴാണ് സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടുക, അല്ലെ? നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഇങ്ങനെ എടുത്ത് പരിശോധിച്ചാൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് അങ്ങനെ ദീനങ്ങനെ വിളമ്പി അങ്ങനെ പോയ ഒരു മഹാവ്യക്തിത്വമല്ല. റസൂലുള്ള അവർക്കിടയിൽ ജീവിച്ചു, ഇടപഴകി, സ്നേഹിക്കാൻ പറ്റുന്നിടത്തോളം ഒക്കെ റസൂൽ അവരെ സ്നേഹിച്ചു.
എല്ലാം കൊണ്ടും കൊടുത്തുമാണ് റസൂൽ അവർക്കിടയിൽ ജീവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആർക്കു വേണ്ടിയാണ് ഈ സ്നേഹം കൈമാറിയത്? ഒരു വ്യക്തിക്ക് വേണ്ടിയില്ല, ഒരു ഉമ്മത്തിന് വേണ്ടിയായിരുന്നു നമുക്ക് കാണാൻ കഴിയും. സ്നേഹവും കാരുണ്യവും ഒക്കെ വാരിക്കോരി നിറച്ച് ഈ ഒരു ഉമ്മത്തിനെ ശരിക്ക് ശക്തിപ്പെടുത്തിയിട്ടാണ്, എല്ലാവിധത്തിലുമുള്ള മാതൃകകൾ കാണിച്ചു തന്നിട്ടാണ് പ്രിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് റസൂൽ എങ്ങനെയാണ് ആ ഉമ്മത്തിനെ കണ്ടത്. മുസ്ലിം സമുദായത്തെ, സമൂഹത്തെ, മാനവ സമൂഹത്തെ, മനുഷ്യരാശിയെ റസൂൽ എങ്ങനെയാണ് കണ്ടത് എന്ന് ഖുർആൻ നമുക്ക് ഓർമ്മിപ്പിച്ചു തരുന്നുണ്ട്. എന്നൊക്കെ നമ്മൾ പാരായണം ചെയ്ത സൂറത്തു അൽ കഹ്ഫിലെ 6-ാമത്തെ ആയത്തിൽ അത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫാ. ഖുർആനിൽ മനുഷ്യർ ചിലരൊക്കെ വിശ്വസിക്കാതെ ആകുന്ന സന്ദർഭങ്ങളെ ഓർമ്മപ്പെടുത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തുമായി ആളുകൾക്കിടയിലേക്ക് ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു. അവരോട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല? അല്ലാഹനെ നിങ്ങൾ എന്തിനാണ് സ്നേഹിക്കേണ്ടത്? നിങ്ങളിപ്പോൾ സമന്മാരാക്കി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതൊന്നുമല്ല അല്ലാഹ്. അതിനപ്പുറത്ത് നിങ്ങളുടെ സ്നേഹവികാര വായ്പകളെ അല്ലാഹുവിലേക്ക് കൈമാറണമെന്ന് പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിലൂടെ നടക്കുകയാണ്. പക്ഷെ പലരും വിശ്വസിച്ചില്ല. പ്രവാചകന് വല്ലാത്ത വിഷമമായി, വലിയ സങ്കടമായി, വല്ലാത്ത ആത്മസംഘർഷം ഉണ്ടായി. ഖുർആനിൽ അവർ വിശ്വസിക്കാത്ത പക്ഷം താങ്കൾ അവരുടെ പിന്നാലെ ദുഃഖിച്ച് താങ്കളുടെ ജീവൻ തന്നെ അപകടത്തിലായി പോകുന്ന നിലക്കായിട്ടുണ്ട് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രവാചകന്റെ മനുഷ്യരോടുള്ള സ്നേഹമാണ് പരിചയപ്പെടുത്തുന്നത്. ഒരാൾ വിശ്വസിച്ചിട്ടില്ല എന്ന് പറയുമ്പോ, ഒരാൾക്ക് ദീന് തിരിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ, ഈ ദീനിലേക്ക് ഒരാൾ കടന്നു വന്നിട്ടില്ല എന്ന് പറയുമ്പോ, ദീന് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോ, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ അയാൾക്കത് മനസ്സിലാകാതിരിക്കുകയും മനസ്സിലായിട്ടും ചിലർക്ക് നിഷേധിക്കുകയും ഒക്കെ ചെയ്യുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര സങ്കടമായി എന്നാണ്. അയാൾ വിശ്വസിക്കാതിരിക്കുമ്പോൾ അയാൾക്ക് വരാൻ പോകുന്ന വിപത്തിനെ കുറിച്ച് ഓർത്ത് ഒരു പ്രവാചകൻ, ഒരു റസൂൽ സങ്കടപ്പെടുന്നതിനെ കുറിച്ച്, തന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല അത്രമാത്രം അയാൾക്ക് പുറകെ പോയി അയാൾക്ക് ഈ ദീന് പറഞ്ഞു കൊടുക്കണം എന്നൊരു വികാരമുണ്ടല്ലോ, ഒരു സ്നേഹം. ആ സ്നേഹത്തിനുടമയായിരുന്നു പ്രിയ റസൂൽ എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ വിശ്വസിക്കാത്തതിൽ ഖേദിക്കുന്ന, ഒരാൾ നന്നാവാത്തതിൽ സങ്കടപ്പെടുന്ന, എത്ര കാലമാണോ ഒരാളുടെ പിറകെ നടന്നിട്ട് ഒരാൾക്ക് ഹിദായത്ത് കിട്ടുക, അത്രമേൽ പ്രയാസപ്പെട്ടുകൊണ്ടൊരു പ്രവാചകൻ നടന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾ നന്നാകാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുക മാത്രമല്ല അതിനുവേണ്ടി ഒരുപാട് അധ്വാനിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മനുഷ്യരെ, നിങ്ങൾ ആരും നരകത്തിൽ പെട്ടുപോകരുതേ എന്ന് ഇത്രമാത്രം ആഗ്രഹിച്ചവർ വേറെ ആരുണ്ടാകും? ഒരാളും നരകത്തിൽ പോയി പെടരുതേ എന്ന് ഇത്രമാത്രം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഇത്രമാത്രം സംസാരിക്കുകയും ഇത്രമാത്രം വിയർപ്പൊഴിക്കുകയും അത്രമാത്രം ഉറക്കൊഴിക്കുകയും അത്രമാത്രം വിശപ്പനുഭവിക്കുകയും ഒക്കെ ചെയ്ത ഒരു നേതാവ് ആരുണ്ടാകുമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാനും ജനങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് ഏതുപോലെയാണ്? ഇന്നമാ മസലീ വമസലുൻ നാസ് കമസലി റജുലിൻ ഇസ്തൗഖദ നാറൻ ഫലമ്മാ അളാഅത് മാ ഹൗലഹു ജഅലൽ ഫറാശു വഹാദിഹി ദവാബ് അല്ലതി തഖഉ ഫിന്നാരി യതഅന ഫീഹാ. ഞാൻ ഒരു മനുഷ്യൻ ഒരു വിളക്ക് കത്തിച്ചവനെ പോലെയാണ്. ഒരു വിളക്ക് കത്തിച്ചു, ഈ വിളക്കിന്റെ പ്രകാശം കണ്ട് അതിന്റെ ചൂട് കണ്ട് ആ ഒരുപാട് പ്രാണികൾ, ശലഭങ്ങൾ അതിലേക്ക് ഓടിയെടുക്കുന്നു എന്നാണ്. ഒരു വെളിച്ചം കാണുമ്പോ ഒരു അലങ്കാരം കാണുന്നത് പോലെ അവർ ഓടിയെടുത്തു. ചിലരൊക്കെ ചൂട് കൊള്ളാനാണ് വന്നത്, ശരീരത്തിന് അല്പം ചൂട് കൊള്ളാനൊക്കെയാണ്. പ്രാണികളും പാറ്റകളും ഒക്കെ പാറി വരുന്നത് പോലെ അയാൾക്ക് ഇങ്ങനെ കാണാണ്. ആ തീയിലേക്ക് ഓടിയെടുക്കുന്ന പ്രാണികളെ, പാറ്റകളെ ആ മനുഷ്യനിങ്ങനെ ആട്ടി അകറ്റാണ്. ഇത് തീയാണ്, ഇത് തീയാണ്, ഇതിലേക്ക് വീണ്ടുപോയാൽ നിങ്ങളുടെ ചിറക് കരിഞ്ഞു പോകും, നിങ്ങളുടെ ജീവിതം അപകടത്തിലായി പോകും, നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് ആട്ടിയടിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ഓർത്തു നോക്കൂ എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. അതിലേക്ക് അവർ വീണുപോകുമെന്ന് കരുതുമ്പോ അതിൽ അവർ വീണുപോകുമോ എന്ന് കരുതി അവരുടെ അരക്കെട്ടുകൾ പിടിച്ച് ആ തീയിൽ നിന്ന് ഞാൻ അവരെ അകറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് പ്രിയ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു ദൗത്യമാണ് ഞാൻ നിർവഹിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്.
പറയുകയാണ്, നരകത്തിലേക്ക് വീണുപോകാതിരിക്കാൻ നിങ്ങളുടെ വിശ്വാസം ശരിയാക്കണേ, നിങ്ങളുടെ അമലുകൾ നന്നാക്കണേ, നിങ്ങൾ തെറ്റിൽ വീണുപോകാതിരിക്കണേ, നിങ്ങൾ ദീനിന്റെ വഴിയെ സഞ്ചരിക്കണേ, ഇതാണ് നിങ്ങളുടെ സിറാത്തുൽ മുസ്തഖീം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രവാചകൻ. നമ്മുടെയൊക്കെ അരക്കെട്ടിൽ ആ റസൂലിന്റെ പിടുത്തം ഉണ്ടാകണം. നമ്മൾ വഴി തെറ്റിപ്പോകുന്നുണ്ട് എന്ന് കാണുമ്പോ ആ റസൂൽ പിടിച്ചു വലിക്കുന്നുണ്ട് എന്ന വികാരം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. കാരണം ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നാണ്. നമ്മൾ നരകത്തിൽ പോകാതിരിക്കാൻ ആ പ്രിയ റസൂൽ ജീവിതം മുഴുവൻ അങ്ങനെ ആഗ്രഹിച്ചു, അത് നിർവഹിച്ചു എന്നതാണ്. അതുകൊണ്ട് നമുക്കൊക്കെ ആ ബോധം ഉണ്ടാകണം എന്നതാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ജനങ്ങളുടെ ഭാരം കുറക്കാൻ വേണ്ടി, നമ്മുടെയൊക്കെ ദീനിന്റെ കാര്യങ്ങൾ എളുപ്പമാകാൻ വേണ്ടി, ദുനിയാവിലെ കാര്യങ്ങളൊക്കെ എളുപ്പമാകാൻ വേണ്ടി ആ റസൂൽ എത്രമാത്രമാണ് നമുക്ക് വേണ്ടി ഓഫറുകളായും കാര്യങ്ങൾ ഇളവ് നൽകിയും ഒരുപാട് അധ്വാനിച്ചത് എന്ന് പ്രവാചകന്റെ ജീവിതത്തെ നമ്മൾ പഠിച്ചാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വചനങ്ങൾ ചിലതൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമസ്കാരത്തിൽ ഓരോ വക്തിലും നിങ്ങൾ പല്ല് തേക്കുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ ഞാനത് നിങ്ങൾക്ക് നിർബന്ധമാക്കുമായിരുന്നു എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ നിർബന്ധമാക്കിയിരുന്നെങ്കിൽ നമുക്കൊക്കെ എന്തുമാത്രം പ്രയാസകരായിരുന്നു. അത് ഏറ്റവും ഉത്തമമാണ് എന്ന് പഠിപ്പിക്കുകയാണ്. പക്ഷേ അത് നിർബന്ധാക്കിയില്ല, നമുക്ക് പ്രയാസകരമാകുമെന്ന് കരുതി. നമസ്കാരം നോക്കൂ, 50 വക്ത് നിശ്ചയിച്ചപ്പോൾ അത് 5 വക്താക്കുന്നതിന് വേണ്ടി നിരന്തരമായി അല്ലാഹുവിനോട് കെഞ്ചിയ ഒരു പ്രിയ റസൂലിന്റെ അനുയായികളാണ് നമ്മളൊക്കെ എന്ന് പറയുന്നത്. 5 നേരം ജമാഅത്തിന്, 5 നേരത്തെ വക്തിന് നമസ്കാരത്തിൽ നമ്മളൊക്കെ കാണിക്കുന്ന ജാഗ്രത എത്രയുണ്ടെന്ന് നമ്മൾ ആലോചിച്ചാൽ മതിയാകും. ഒരു നമസ്കാരം പാഴായി പോകുമ്പോ നമുക്കൊക്കെ എന്ത് വേദനയാണുള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അതെങ്ങാനും 50 വക്ത് നേരത്തെ നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ സ്വീകരിച്ച് നമ്മളോട് നിർവഹിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്തായിരിക്കും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേണ്ടി അത് 5 വക്താക്കണേ എന്ന് അള്ളാഹുവിനോട് കെഞ്ചി വാങ്ങിയ സന്ദർഭങ്ങളെ ചരിത്രത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നുണ്ട്. പ്രാർത്ഥനകൾ നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് വേണ്ടി, അവിടത്തേക്ക് വേണ്ടി മാത്രം എത്രമാത്രമാണ് പ്രാർത്ഥിച്ചത്. അതിന്റെയൊക്കെ എത്രയോ ഇരട്ടി മടങ്ങുകളാണ് ഈ ഉമ്മത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി വളരെ പ്രാധാന്യത്തോടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്. സ്വഹാബത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, ഉമ്മത്തിന് വേണ്ടിയൊക്കെ ദുആ നമുക്ക് എടുത്ത് പരിശോധിച്ചാൽ എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഉമ്മത്തിന് പ്രയാസമെന്ന് കരുതി എത്രയോ ഇളവുകളാണ് അല്ലാഹുവിന്റെ പ്രിയ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊക്കെ സമ്മാനിച്ചത്. നമുക്ക് വേണ്ടി എത്ര ചീത്തയാണ് ആ പ്രവാചകൻ പ്രിയ റസൂൽ കേട്ടത്. എത്ര ചീത്തകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. എത്രമായ മോശം പേരുകളിൽ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യപ്പെട്ടു. ഭ്രാന്തനെന്ന് വിളിച്ചവർ, കള്ളനെന്ന് വിളിച്ചവർ, കുടുംബം കലക്കുന്നവരെന്ന് വിളിച്ചവർ, ഞങ്ങൾക്കിടയിൽ ഫിത്നയുണ്ടാക്കുന്നവരെന്ന് വിളിച്ചവർ, എല്ലാ ചീത്തയും കെട്ടു. ആർക്കു വേണ്ടിയായിരുന്നു കെട്ടത്? എന്ത് ലാഭമായിരുന്നു പ്രവാചകന് കിട്ടിയത്? എല്ലാ ഉടയാടകളും അലങ്കാരങ്ങളും സുഖസൗകര്യങ്ങളും മരുഭൂമിയിൽ കിടന്ന് വിഷമിക്കാത്ത തരത്തിലുള്ള എല്ലാ വിധത്തിലുമുള്ള സുഖശീതളതയും ആ പ്രവാചകനെ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നില്ലേ? പക്ഷെ അദ്ദേഹം അത് സ്വീകരിക്കാതെ പോയത് ആർക്കു വേണ്ടിയായിരുന്നു? ഈ ചീത്തകൾ മുഴുവൻ കെട്ടത് എന്തൊക്കെ ഉപദ്രവങ്ങൾ അദ്ദേഹം നേരിട്ടു. ആ പ്രിയ റസൂൽ എത്രമാത്രം നമുക്ക് വേണ്ടി സഹിച്ചു എന്ന് നമുക്ക് ബോധമുണ്ടാകുമ്പോഴാണ് ആ റസൂലിനോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ നോക്കൂ, വഹീ മാത്രം എടുത്തു നോക്കിയാൽ മതി. വഹീന്റെ സന്ദർഭങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ, ആ വഹീയുടെ സ്വീകരിക്കുക എന്നുള്ളത് മാത്രം എടുത്താൽ തന്നെ പ്രവാചകൻ അനുഭവിച്ച വിഷമത്തെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടും. പരിശുദ്ധ ഖുർആൻ തന്നെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, താങ്കളിലേക്ക് ഇതാ ഒരു ഭാരമുള്ള വചനം നാം ഇറക്കിയിരിക്കുന്നു എന്നാണ് ഓർമ്മപ്പെടുത്തിയത്. വഹീന്റെ പ്രയാസം അനുഭവിച്ച് ഹിറയിൽ നിന്ന് വീട്ടിലേക്ക് ഓടി വന്ന പ്രവാചകനെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ? വല്ലാതെ വരച്ച് പനിച്ച് പേടിച്ചു പോയി പ്രവാചകൻ. അത്രമാത്രം ഭാരമാണ് ഓരോ ആയത്തുകളും ആ പ്രവാചകനിലേക്ക് പെയ്തിറങ്ങുമ്പോഴുണ്ടായത് എന്ന് ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സയ്യിദ് സാബിത്ത് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ കാലോട് കാൽ ചേർത്ത് ശരീരത്തിൽ ഇങ്ങനെ ഒട്ടി നിന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രിയ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ വന്ന സന്ദർഭം ഉണ്ടായി. എന്റെ ശരീരമാകെ വറ കൊണ്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന ഭാരം കൊണ്ട് എന്റെ കാല് പൊട്ടിപ്പോകുമോ എന്ന് ഞാൻ പേടിച്ചുപോയി എന്ന് സയ്യിദ് സാബിത്ത് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സംഭവത്തിൽ കാണാൻ കഴിയും. മഹദി ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, കഠിനമായ തണുപ്പുള്ള ദിവസങ്ങളിൽ വഹി അവതരിപ്പിക്കപ്പെടുമ്പോ ആ വഹി അവസാനിച്ച് കഴിയുമ്പോഴേക്ക് പ്രിയ റസൂലിന്റെ നെറ്റിത്തടമാകെ വിയർത്ത് കുളിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തെ ഞങ്ങൾ കണ്ടിരുന്നത്
അവതരിപ്പിക്കുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുമ്പോഴാണ് ഈ വഹി അവതരിപ്പിക്കുന്നത് എങ്കിൽ ആ ഒട്ടകത്തിന്റെ മുതുക് കുനിഞ്ഞു പോവുകയും പലപ്പോഴും ഒട്ടകം കുത്തി വീഴുന്ന ഒരു സന്ദർഭത്തിലേക്ക് എത്തുമായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നുണ്ട്. ആ വഹി നമുക്ക് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റുവാങ്ങിയപ്പോൾ അനുഭവിച്ച സങ്കടങ്ങളും പ്രയാസങ്ങളുമാണ്. അതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല റസൂലുള്ളാഹ്. അല്ലെ, റസൂലുള്ളാഹ് പലപ്പോഴും ഉമ്മത്തിനെ കുറിച്ചുള്ള വിചാരങ്ങളായിരുന്നു എന്ന് നമുക്കറിയാം. എന്താണ് ആ വിചാരം? നമ്മൾ ഓരോരുത്തരും നരകത്തിൽ വീണുപോകരുതേ എന്ന് ആ ഒറ്റ വികാരമായിരുന്നു പ്രിയപ്പെട്ടവരെ. സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അതുണ്ടാവുള്ളൂ. നമ്മളൊരബദ്ധത്തിൽ, ഒരാപത്തിൽ, ഒരു മോശം കാര്യത്തിൽ പെട്ടുപോകരുതേ എന്ന് ആഗ്രഹിക്കുന്നവരാരാണ്? നമ്മുടെ അങ്ങേറ്റ സ്നേഹമുള്ളവരായിരുന്നു. ആ റസൂൽ ശാശ്വതമായി മനുഷ്യർ നരകത്തിൽ വീണുപോകുമ്പോ അതിൽ എന്റെ ഉമ്മത്തിൽപ്പെട്ട ആരും ഉണ്ടാകരുത് എന്ന് അതിയായി ആഗ്രഹിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നതിനേക്കാൾ പിന്നെ എന്താണ് ആ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കാൻ വലിയൊരു കാരണമായി വേണ്ടത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ച് നോക്കുക. ഉമ്മത്തിനു വേണ്ടി ജീവിക്കുമ്പോൾ ആ സമൂഹത്തിനു വേണ്ടി കാവലായിരുന്ന ഒരു നേതാവ്, കരുതലായിരുന്ന ഒരു നേതാവ്, ശ്രദ്ധയോടെ കാവലായിരുന്ന ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയും. രാത്രി പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നു. ആളുകൾ ഓടിക്കൂടി വല്ലാതെ പരിഭ്രാന്തരായി. അപ്പോഴുണ്ട് ആ ശബ്ദം കേട്ട ഭാഗത്ത് നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നു വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഒരു കുതിര വിരളി കൊണ്ടുണ്ടാക്കിയ പ്രയാസങ്ങളാണ് നിങ്ങൾ കേട്ട ശബ്ദം. അതിനൊക്കെ ശാന്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ പോയി സമാധാനത്തോടുകൂടി കിടന്നുറങ്ങിക്കോളൂ എന്ന് ആദ്യം പ്രശ്നമുണ്ടായിടത്തേക്ക് ഓടിയെത്തി അവിടുത്തെ പ്രശ്നം പരിഹരിച്ച് കടന്നു വരുന്ന ഒരു നേതാവിനെ പ്രിയപ്പെട്ടവരെ വേറെ ഏതാണ് നമുക്ക് കാണാൻ കഴിയുക? ആ റസൂൽ ഉമ്മത്തിനു വേണ്ടി ജാഗ്രതയോടെ കാവലായി സുരക്ഷിത കവചമൊരുക്കി നിന്നിരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇത്രമാത്രം സമൂഹത്തിന്റെ ഒരു സുരക്ഷയെപ്പറ്റി ആകുലപ്പെട്ടു നിന്ന ഒരു നേതാവിനെ നമുക്ക് വേറെ കാണാൻ കഴിയുമോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അല്ലാഹു പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെ സ്വീകരിച്ച് അതിന് അംഗീകാരം കൊടുക്കുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഒരു കാര്യം അദ്ദേഹം നിരസിച്ചു. അല്ലാഹു പറഞ്ഞതുപോലെ വേണ്ടാന്ന് പറഞ്ഞു. അതേത് കാര്യമായിരുന്നു? പ്രവാചകന്റെ സ്വന്തം കാര്യമായിരുന്നില്ല. ത്വായിഫിലെത്തിയപ്പോ അദ്ദേഹത്തെ ആ ഖൗമ് വല്ലാതെ ഉപദ്രവിച്ചു. പ്രവാചകന്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കപ്പെട്ടു, രക്തം ചാലിട്ടൊഴുകി. തന്റെ പ്രിയപ്പെട്ടവർ, കുടുംബങ്ങൾ, രക്തബന്ധുക്കൾ, കുടുംബബന്ധുക്കൾ ഉപദ്രവിച്ചപ്പോ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാത്ത അത്രയും വിഷമം നേരിട്ടു. അവിടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറയാണ്, അല്ലാഹു തആല ഇതാ അവർക്ക് മേൽ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് പ്രവാചകരെ. താങ്കളൊന്ന് മതി ഓക്കെ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ്. അള്ള പറഞ്ഞ ഒരു കാര്യത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരാകരിച്ചിട്ടുണ്ട് എങ്കിൽ, അത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റസൂലിന്റെ ഉമ്മത്തിന് വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഇൻ ഫഇന്നഹും ലാ യഅലമൂൻ. എന്റെ ഖൗമിനെ നീ പുറത്തു കൊടുക്കണം അല്ലാഹ്, അവർക്ക് വിവരമില്ലാഞ്ഞിട്ടാണ് എന്ന് പ്രാർത്ഥിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ചരിത്രത്തിൽ കാണുകയാണ്. ഇതാണ് നമ്മുടെ നേതാവ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു നേതാവിനെ വേറെ എവിടെ കിട്ടും? ഇത്രമാത്രം സ്നേഹിക്കാൻ വേറൊരു നേതാവിനെ നമുക്ക് വേറെ എവിടെ കിട്ടും എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക. അനുയായികൾക്ക്, അനുചരന്മാർക്ക് ആരെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ, ആർക്കെങ്കിലും ഒരു പ്രയാസം അനുഭവപ്പെട്ടാൽ ഓടിയെത്തുന്ന പ്രിയ റസൂലിനെ നമ്മൾ വായിക്കുന്നുണ്ട്. ആരെങ്കിലും ഒരു മരണപ്പെട്ടാൽ അവിടെ ഓടിയെത്തുന്ന റസൂലിനെ നമ്മൾ കാണുന്നുണ്ട്. റസൂലിനെ തന്നെ ഒരിക്കൽ പറയുന്നുണ്ട്, അന ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, ഞാനാണ് അവർക്ക് അവരെക്കാൾ തന്നെ പ്രിയപ്പെട്ടതെന്ന്. നമ്മുടെ ശരീരത്തെക്കാൾ നമുക്ക് വലിയ പ്രിയപ്പെട്ടതൊന്നും ചിലപ്പോൾ തോന്നൂല. എന്നെക്കാൾ ഒരു സംഭവമായിട്ട് വേറൊന്നിനും തോന്നൂല. റസൂൽ പറഞ്ഞു, അവർക്ക് അവരുടെ ശരീരമല്ല, അവർക്ക് ഞാനാണ് അവരെക്കാളും പ്രിയപ്പെട്ടത് എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഫമൻ തൂഫിയ മിനൽ മുഅ്മിനീന ഫതറക ദൈനൻ ഫഅലയ്യ ഖദാഉഹു. ആരെങ്കിലും ഒരു കടബാധ്യതയുമായി മരണപ്പെട്ടാൽ അവന്റെ കടബാധ്യത ഏറ്റെടുക്കാൻ ഞാനാണ് കടപ്പെട്ടവനെന്ന് പറഞ്ഞ ഒരു നേതാവിന്റെ അനുയായികളാണ് ഞാൻ നിങ്ങളുമെന്ന് പറയുന്നത്. ഒമൻ തറക മാലൻ ഫലിവറസതിഹി. എന്നാൽ അവൻ കുറെ സമ്പത്തായിട്ടാണ് മരണപ്പെട്ടത് എങ്കിലോ അതിന്റെ അനന്തരാവകാശം ഞാനല്ലോ, അതിന്റെ അനന്തരാവകാശികൾക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കടബാധ്യത ഉണ്ടായി ഏറ്റെടുക്കാൻ കുടുംബക്കാരൊന്നും ഉണ്ടാവില്ല, അല്ലെ? പലപ്പോഴും നമുക്കൊക്കെ അനുഭവമുള്ള കാര്യങ്ങളായിരിക്കും. കടബാധ്യതയോടുകൂടി ഒരു മനുഷ്യൻ മരിച്ചാൽ സ്വഫിന് മുന്നിൽ നിൽക്കാൻ ആളുണ്ടാവില്ല, അത് ഏറ്റെടുക്കാൻ പലപ്പോഴും ആളുണ്ടാവില്ല. ഞാൻ അവരുടെ കുടുംബക്കാരനെന്ന് പറഞ്ഞവരൊന്നും കാണാനുണ്ടാവില്ല. റസൂൽ പറഞ്ഞൊരു മുഅ്മിനായ മനുഷ്യൻ
ബാധ്യതയിൽപ്പെട്ട് മരണപ്പെട്ടു പോയാൽ അവന്റെ കടബാധ്യതയെടുക്കാൻ ഒന്നാമതായി ഞാനുണ്ടാകുമെന്ന് പറഞ്ഞ റസൂലിന്റെ അനുയായികളാണ് നമ്മളെന്നത് നമ്മൾ മറക്കരുത്. പക്ഷേ ഒരാൾ കുറെ സമ്പത്തിന്റെ ഉടമയായിട്ടാണ് മരിച്ചതെങ്കിലോ ഒരുപാട് ആൾക്കാരുണ്ടാവും നിസ്കാരത്തിന്. ഒന്നാമത്തെ സ്വപ്പിൽ നിൽക്കാൻ ഞാനവന്റെ അടുത്ത കുടുംബക്കാരനാണെന്ന് പറയാനൊക്കെ ആളിഷ്ടം പോലെ ഉണ്ടാവും. റസൂൽ പറഞ്ഞു, അയാളുടെ സമ്പത്ത് എനിക്ക് അവകാശപ്പെട്ടതല്ല, അയാളുടെ അനന്തരാവകാശികൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പ്രഖ്യാപിച്ച് കടന്നുപോയ ഒരു റസൂലിന്റെ അനുയായികളാണ് നമ്മളെന്നത് നമുക്ക് അഭിമാനം ഉണ്ടാക്കണം. മറ്റുള്ള നേതാക്കന്മാരുമായില്ല. അതുകൊണ്ട് ഇത്രമേൽ പ്രിയപ്പെട്ടവരെ ത്യാഗം നമുക്ക് വേണ്ടി സഹിച്ച ആ റസൂലിനെ സ്നേഹിക്കണ്ടേ? സ്നേഹിച്ച മതിയാവും. എങ്ങനെ സ്നേഹിക്കേണ്ടത്? കാട്ടിക്കൂട്ടലുകൾ കൊണ്ടല്ല, എന്തെങ്കിലും ചെയ്തുകൊണ്ടല്ല. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ജീവിത രീതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോഴാണ് റസൂലിനോടുള്ള ഹുബ്ബ് പൂർണ്ണമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ റഊഫുർ റഹീം എന്ന്. നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു റസൂലിനെ നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തൊരു റസൂലിനെ എന്നാണ്. നിങ്ങൾ കഷ്ടപ്പെടുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു റസൂലിനെയാണ് നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരനായ, അങ്ങേറ്റത്തെ താല്പര്യമെടുക്കുന്ന ഒരു റസൂലിനെയാണ് നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. വിശ്വാസികളോട്, മുഅ്മിനീങ്ങളോട് അത്യന്തം ദയാലുവായ, കരുണയോടുകൂടി പെരുമാറാൻ കഴിയുന്ന ഒരു റസൂലിനെയാണ് നിങ്ങൾക്ക് നബിയായി നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ പ്രിയപ്പെട്ടവരെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ റസൂലിനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? അത്രമേൽ സ്നേഹിക്കണം എന്നതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. നമ്മൾ മരിച്ചു പോയാൽ പോലും, മരിച്ച് കബറടക്കിയ കബറിന്റെ മുകളിൽ പോലും ചവിട്ടി നിൽക്കരുത് എന്ന് ഒരു മനുഷ്യനെ ആദരിക്കാൻ പറ്റുന്ന ഏറെ തലങ്ങളൊക്കെ പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിക്കുമ്പോൾ എങ്ങനെ മനുഷ്യനെ ആദരിക്കേണ്ടത്? പോരാ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പോലും ആ മയ്യത്തിന്റെ കബറിന്റെ മുകളിൽ നിങ്ങൾ ചവിട്ടി നിൽക്കരുത് എന്ന് പോലും പഠിപ്പിച്ച് കടന്നുപോയ മഹാനായ ഒരു റസൂലിന്റെ അനുയായികളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ. ആ റസൂൽ റഹ്മത്തുൽ ലിൽ ആലമീൻ അല്ലാതെ മറ്റെന്താണ്? ഖുർആൻ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ, നിങ്ങൾ സർവ്വലോകങ്ങളിലേക്കും കാരുണ്യവാനായിട്ടല്ലാതെ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എന്ന് ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാണ്. ആ റസൂലിന്റെ അനുയായികൾ എന്ന നിലയ്ക്ക് പ്രവാചകൻ ഇഷ്ടപ്പെടാത്ത എന്താണ് നമ്മളിൽ ഉണ്ടാകാൻ പറ്റുക? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാകാൻ പാടുണ്ടോ എന്ന് ഞാനും നിങ്ങൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ ഉണ്ട് എങ്കിൽ ആ റസൂലിനെ അല്ല നമ്മൾ പിൻപറ്റുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആ റസൂലാണ് വേണ്ടത്. ആ റസൂലിനെ പിൻപറ്റിയവരൊന്നും എവിടെയും പരാജയപ്പെടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് നമ്മളൊക്കെ ആലോചിക്കുക പ്രിയപ്പെട്ടവരെ. റസൂലിനോടുള്ള സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ റസൂൽ നമ്മളെ എങ്ങനെ സ്നേഹിച്ചു, ആ സ്നേഹം എങ്ങനെ നമ്മൾ തിരിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിന് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഓരോ തലത്തിലും ക്രമപ്പെടുത്തുക, ശുദ്ധീകരിച്ചെടുക്കുക എന്നതാണ് പ്രധാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇങ്ങനെ ഒരു റസൂലിനെ നിങ്ങൾ പിൻപറ്റുക എന്നാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് വലിയ മാതൃകയുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ വദക്കറല്ലാഹ കതീറ. ആരെങ്കിലും അല്ലാഹുവിനെയും അന്ത്യനാളിനെയും കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ധാരാളമായി അല്ലാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കുക എന്ന് ഖുർആൻ പ്രിയപ്പെട്ടവരെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ വലിയ വികാരം കൊള്ളുന്നവരാണ് നമ്മളൊക്കെ. പക്ഷേ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസധാര, അഖീദ അതെത്രമാത്രം പരിശുദ്ധമാണ് നമ്മുടെ ജീവിതത്തിൽ എന്ന് ആലോചിക്കുക. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ഇബാദത്തുകളുടെ കൂട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളും എവിടെയാണ് എന്ന് നമ്മൾ ആലോചിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ട പുണ്യകർമ്മങ്ങളാണ് എന്ന് പറഞ്ഞെടുത്ത്
അമൽ സ്വാലിഹാത്തുകൾ ഇന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞെടുത്ത് ആ പ്രവാചകനിൽ നമുക്ക് എത്രത്തോളം മാതൃക കാണാൻ നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുമ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല റോൾ മോഡലായി മാറുന്നത്. പലരെയും റോൾ മോഡലാക്കിയ ആളുകളുടെ വർത്തമാനങ്ങൾ നമുക്ക് ഇപ്പോ വായിച്ചെടുക്കാൻ കഴിയും. പലർക്കും രാഷ്ട്രീയ തലങ്ങളിൽ അല്ലെങ്കിൽ സിനിമാ തലങ്ങളിലൊക്കെ ഉള്ള പലരുമാണ് റോൾ മോഡലുകൾ. ആ റോൾ മോഡലുകൾക്കൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. 1-2 ആഴ്ചകളിലായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ എത്രമാത്രം ലജ്ജാകരമാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. പലരും റോൾ മോഡലായിരുന്നു. താൻ ഇഷ്ടപ്പെട്ട നടന്റെ, നായകന്റെ പേര് വരാതിരിക്കാൻ ഓരോരുത്തരും പൂജ ചെയ്യാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ വഷളായി പോകും. അവർക്ക് വേണ്ടി വാദിച്ച വാദകോലാഹലങ്ങൾ, തെറ്റുവെക്കുന്നത്, കണ്ട സിനിമകൾ, അതിനുവേണ്ടിയുള്ള പ്രൊമോഷനുകൾ, സോഷ്യൽ മീഡിയയിലൊക്കെ ലൈക്കും ടാഗും ചെയ്തൊക്കെ നടക്കുന്ന എത്രയോ ആളുകളുണ്ട്. ആരാണ് നമ്മുടെ റോൾ മോഡൽ? ഈ കൂട്ടത്തിലൊക്കെയുള്ള പല ആളുകളെയും ഒക്കെ റോൾ മോഡലാക്കിയവർ ലജ്ജിച്ച് തലതാഴ്ത്തി പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. ആരെങ്കിലും മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് റോൾ മോഡലാക്കിയത് എങ്കിൽ നിങ്ങൾക്ക് ശിരസ് കുനിക്കാതെ, ഒരാളുടെ മുന്നിലും തലകുനിയാതെ, ലജ്ജിക്കപ്പെടാതെ, ഒരാളുടെ മുമ്പിലും ആത്മാഭിമാനം പണയം വെക്കാതെ, ഒരു നാണക്കേടുമില്ലാതെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കടന്നു പോകാമെന്ന് ഒരു ജീവിതത്തിൽ ഒരായുസ് മുഴുവൻ കാണിച്ചിട്ടാണ്, മാതൃക കാണിച്ചിട്ടാണ് നമ്മുടെ പ്രിയ റസൂൽ കടന്നുപോയത്. പക്ഷെ ആ റസൂലിന് ആർക്കും വേണ്ട. ആ റസൂലിന് പുറത്തുള്ള ആൾക്കാരൊക്കെ നമുക്ക് റോൾ മോഡലാകുന്നുണ്ട് എങ്കിൽ തിരിച്ചു റസൂലിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ മടങ്ങുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താറുള്ളത്. മഹത്വവൽക്കരിച്ച് നടന്ന എല്ലാ ബിംബങ്ങളും തകർന്നു വീണുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുമ്പോൾ നമ്മുടെ റസൂൽ കൂടുതൽ നമുക്ക് പ്രിയപ്പെട്ടതായി മാറുക എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവാചകന്റെ പ്രവർത്തികൾ എല്ലാം നമ്മൾക്ക് മാതൃകയാണ് എന്നതാണ്. നമുക്ക് ദിശ നിർണയിച്ചു തന്നു. റോൾ മോഡലാകാൻ പറ്റുന്ന ജീവിതത്തിൽ വ്യക്തിപരമായി, കുടുംബപരമായി, സാമൂഹ്യ തലത്തിലൊക്കെ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിച്ചു തന്നു. നമ്മളതങ്ങനെ ആ റസൂലിനെ മഹ്ബൂബായി, മത്ബൂവായി അങ്ങനെ കൊണ്ടുനടന്നാൽ മതി. റസൂലുള്ളാഹിനെ ഇങ്ങനെ സ്നേഹിച്ച് പ്രവാചകനെ അതിങ്ങനെ ഇത്തിബായ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അള്ളാഹു നമ്മളെ സ്നേഹിക്കും. ആ ഇഷ്ടഭാജനത്തിൽ നമ്മളിങ്ങനെ കുളിരുകൊള്ളുന്ന അനുഭവങ്ങൾ ദുനിയാവിലുണ്ടാകും. നാളെ ഒരിക്കലും നഷ്ടമില്ലാത്ത ലോകത്തിൽ, നശിക്കാത്ത ലോകത്തിൽ, സ്വർഗത്തിന്റെ ആനന്ദകരമായ അനുഭവങ്ങളിലൂടെ ആ അള്ളാഹുവിനെ കൺകുളിർത്ത് കണ്ടിട്ട് നമുക്ക് ജീവിതം ആസ്വദിച്ചുകൊണ്ടേയിരിക്കാൻ കഴിയും. അതാണ് ഇസ്ലാം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലണ്ടേ? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ നമ്മുടെ നാവുണ്ടാകണം, നനയണം നാവ്. ഒരു ദിവസം നിങ്ങൾ രാവിലെയും വൈകുന്നേരവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ 10 സ്വലാത്തെങ്കിലും ചൊല്ലൂ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളോട്. നമുക്ക് സമയം ഉണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി സ്വലാത്തുകൾ മുഴങ്ങിക്കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ മലായികത്തുകൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഖുർആൻ നമ്മളോട് പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അള്ളാഹുവിന്റെ മലായികത്തുകൾ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുക എന്ന് നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. സമയം പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടെത്തണം. അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി സ്വലാത്തും സലാമും വർഷിപ്പിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തുക. പ്രവാചകന്റെ ജീവിതത്തെ നമ്മൾ അനുധാവനം ചെയ്യാനുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫള് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ ഗഫൂറാണ്, റഹീമാണ്. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരുമാറാവട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുകയും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്ത് മുന്നോട്ട് പോകാനും ഒക്കെയുള്ള കരുത്തും തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ 1-2 ആഴ്ചകളിലായി പ്രിയപ്പെട്ട പലരും നമ്മുടെ അടുക്കൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. കൊട്ടപ്പുറത്ത് കുഞ്ഞിക്കോയ മാസ്റ്റർ, അതുപോലെ തന്നെ പെരിയമ്പലത്ത് സീതലവി മദനി, ഇന്നലെ മിനിയാന്നും ഇന്നുമൊക്കെയായി നമ്മുടെ പലരും നമ്മുടെ പ്രദേശങ്ങളിൽ നിന്നും
നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നുമൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കണിശമായ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. രോഗങ്ങളിൽ പ്രയാസപ്പെടുന്നവർക്ക് നീ പരിപൂർണ ശിഫ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാനസികമായി വിഷമിക്കുന്നവർ, ശാരീരികമായി പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർ, ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവർ അല്ലാഹുവേ, എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. എല്ലാവരുടെയും സതുദ്ദേശങ്ങളെ നീ സഫലമാക്കി കൊടുക്കണേ റഹ്മാനെ. എല്ലാവരുടെയും പ്രാർത്ഥനകളെ നീ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ യാത്രകളിലും ഒക്കെ നീ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ ഉമ്മത്തിനെയും ഈ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ വഅജ്ർ വാലിദൈനാ മിനൻ നാർ, اللهم ادخلنا الجنة مع الأبرار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.